ഉപ്പും മുളകിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ ലച്ചുവും നമ്മുടെ കേശുവും മുറ്റത്തേക്ക് നോക്കുമ്പം ഒരു മരത്തിൻ്റെ ചൂട്ടി കുറേ നേരമായിട്ട് പാറക്കുട്ടിയും മുത്തശ്ശി ഇരിക്കുന്നു. മുത്തശ്ശിയാണെങ്കിൽ എന്തോ കാര്യമായിട്ട് എഴുതുക. അപ്പം കേശു ചോദിക്കുന്നു, കുറേ നേരമായല്ലോ ഈ എഴുത്ത് തുടങ്ങിയിട്ട്, നമുക്കൊന്ന് പോയി നോക്കിയാലോ എന്ന് പറഞ്ഞിട്ട് ലച്ചുവും കേശുവും അടുത്തേക്ക് വന്ന് നോക്കുമ്പം കാര്യം തിരക്കുമ്പം നമ്മുടെ പാറക്കുട്ടി പറയുന്നുണ്ട്, ആത്മകഥ എഴുതുക, കുറേ പേപ്പർ എഴുതി കൂട്ടിയിട്ടുണ്ട് എന്നും പറഞ്ഞ് പേപ്പർ അങ്ങോട്ട് എടുത്ത് കാണിക്കുമ്പോഴത്തേക്കും മുത്തശ്ശി പറയുന്നുണ്ട്, കുടുംബക്കാരെക്കുറിച്ചാണ് ഞാൻ കൂടുതലും എഴുതിയിരിക്കുന്നത്. കുടുംബക്കാരെക്കുറിച്ചോ? അങ്ങനെ കേശു ആണെങ്കിൽ അതൊക്കെ വായിച്ച് നോക്കുമ്പോൾ അത്രയ്ക്ക് സുഖമുള്ള കാര്യമല്ലെന്ന് പുള്ളിക്കാരന് മനസ്സിലാകുന്നുണ്ട്. എന്തൊക്കെയാണ് അമ്മൂമ്മ ഈ എഴുതി വച്ചേക്കുന്നത്? അപ്പോൾ പാറക്കുട്ടി പറയുക, ചേട്ടനേക്കായി ഒരു 10 പേജ് കൂടുതലാണ് ചേച്ചിയെക്കുറിച്ച് എഴുതിയേക്കുന്നത്. അത് കേട്ട് രണ്ടുപേരും ഷോക്കാകുന്നു. അങ്ങോട്ടേക്ക് വരുന്ന അമ്മായി ചോദിക്കുന്നു, എന്താ ഇവിടെ പ്രശ്നം? അല്ല, അമ്മൂമ്മ ജീവചരിത്രം എഴുതുക, നമ്മളെക്കുറിച്ചൊക്കെ എഴുതിയിരിക്കുന്നത്. ഇതെങ്ങാനും പബ്ലിഷ് ആയിക്കഴിഞ്ഞാൽ നമ്മളൊന്നും പിന്നെ പുറത്തേക്ക് ഇറങ്ങേണ്ടി വരത്തില്ല, നാണം കെട്ട് നാറും. എന്താ അമ്മൂമ്മ ഈ കാണിക്കുന്നത്? ഞാൻ എഴുതേണ്ടതെന്ന് തീരുമാനിക്കുന്നത് ഞാനാ, അതിലാരും അഭിപ്രായം പറയേണ്ടെന്ന് മുത്തശ്ശി പറയുന്ന സമയത്ത് അതെല്ലാം കേട്ടുകൊണ്ട് വരുന്ന സിദ്ധു ആണെങ്കിൽ ചോദിക്കുന്നുണ്ട്, എന്തായാലും എന്നെക്കുറിച്ച് എഴുതുന്നത് മോശമായിരിക്കില്ല, നല്ല കാര്യമായിരിക്കും, അതെന്നോട് മുന്നേ പറഞ്ഞിട്ടുണ്ട് അല്ലേ അമ്മൂമ്മ എന്ന് ചോദിക്കുമ്പം അമ്മൂമ്മയാണെങ്കിൽ അതിന് മറുപടിയൊന്നും പറയുന്നില്ല. ആ വർത്തമാനത്തിൽ നിന്ന് തന്നെ നമ്മുടെ ലച്ചുവിനും സിദ്ധുവിനും കേശുവിനും പാറക്കുട്ടിക്കും ഒക്കെ മനസ്സിലാകുന്നുണ്ട് ഇതത്ര പന്തിയല്ല. അങ്ങനെ ഈ ഒരു ആത്മകഥ പബ്ലിഷ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ നടത്തുന്ന പെടാപ്പാടാണ് ഇന്നത്തെ പ്രൊമോയിൽ കാണിക്കുന്നത്. അഥവാ മുത്തശ്ശി എഴുതിയത് പബ്ലിഷ് ആയിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പാറമട വീട്ടിൽ നാണം കെടാൻ പോകുന്നത് ആരായിരിക്കും? കേശു ആയിരിക്കോ ലച്ചു ആയിരിക്കോ? കാത്തിരിക്കാം.